നമസ്കാരം. 2017 ആ ഒരു കാലഘട്ടം മുതൽ പലപ്പോഴും തത്വമയി അടക്കമുള്ള പല മാധ്യമങ്ങളും ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾ ഇവിടെ കൂട്ടത്തോടെ വന്ന് താമസിക്കുന്നത്, അതിൽ പലരും ക്രിമിനലുകളാണ്, ബംഗ്ലാദേശിൽ നിന്നും വേലി ചാടി വന്ന കൂട്ടും കുറ്റവാളികളും അതുപോലെ കൊലപാതകികളുമാണ്, മാത്രമല്ല മത തീവ്രവാദം വളർത്തുന്നതിനായി വന്ന ആളുകളാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അന്നു മുതൽ തന്നെ പലപ്പോഴും പറയുന്നുണ്ട്. പക്ഷേ ഇന്നേ വരെ അതുമായി ബന്ധപ്പെട്ട നിരവധി അന്യസംസ്ഥാന തൊഴിലാളികളെ, ഇതര സംസ്ഥാന തൊഴിലാളികളെ പല കേസുകളിലും പിടിച്ചിട്ടും ശിക്ഷിച്ചിട്ടും അന്വേഷണം കൃത്യമായി നടത്താനോ, ഇവർക്ക് വേണ്ട ഇവരെ ഒന്ന് ഫിൽറ്റർ ചെയ്യാനോ, ഇവരുടെ കയ്യിലിരിക്കുന്നത് ഒറിജിനൽ രേഖകളാണോ എന്ന് പരിശോധിക്കാനോ ഒന്നും ഇവിടുത്തെ സംവിധാനങ്ങൾ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് പലപ്പോഴും മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇത് ആലുവയിൽ നിന്ന് ഷറഫുദ്ദീൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ താമസ സ്ഥലത്ത് നിന്ന് 27 ബംഗ്ലാദേശി പൗരന്മാർ അനധികൃതമായി വ്യാജ ആധാർ കാർഡ് അടക്കം കയ്യിൽ വെച്ചുകൊണ്ട് താമസിച്ചിരുന്നവരെ പിടിച്ച വാർത്തയാണ് പുറത്തു വരുന്നത്. ഇതിപ്പോൾ 27 പേർ എന്നുള്ളത് വളരെ ചെറിയൊരു കണക്കാണ്. ഇപ്പോൾ അവരെ കണ്ടു, അല്ലെങ്കിൽ അവരെ കിട്ടി, എന്തെങ്കിലും ഒരു സൂചന കിട്ടി, അവിടെ പോയി പിടിച്ചു. ഇങ്ങനെ കൃത്യമായ രേഖകളില്ലാതെ ആലുവയിലും പെരുമ്പാവൂരും തിരുവനന്തപുരത്തും കൊച്ചിയിലും കോട്ടയത്തും കോഴിക്കോടും മലപ്പുറത്തും ഒക്കെ തന്നെ നിരവധി ലയങ്ങളിൽ, താമസ സ്ഥലങ്ങളിൽ നിരവധി ഇത്തരം ബംഗ്ലാദേശി പൗരന്മാരും അതുപോലെ അനധികൃതമായി ഇവിടെ കടന്നെത്തിയ അന്യസംസ്ഥാന തൊഴിലാളികൾ എന്നിവരെ എല്ലാവരെയും പറയാൻ പറ്റില്ല, തൊഴിലെടുക്കുന്നവരും ഈ കൂട്ടത്തിലുണ്ട്. പക്ഷേ അത്തരത്തിൽ ഈ വിധ്വംസക പ്രവർത്തനങ്ങൾക്കും മോഷണം അതുപോലെയുള്ള സംഭവ വികാസങ്ങൾക്കുമൊക്കെ നേതൃത്വം നൽകുന്ന, അല്ലെങ്കിൽ കുറ്റവാളികൾ, നമ്മൾ കഴിഞ്ഞ ദിവസവും കണ്ടു പത്തനംതിട്ടയിലൊക്കെ തന്നെ ഒരു അന്യസംസ്ഥാന തൊഴിലാളി മദ്യപിച്ച് കഞ്ചാവ് വലിച്ച് ലക്ക് കെട്ട് റോഡിൽ പ്രശ്നമുണ്ടാക്കി ഗതാഗതം തടസ്സപ്പെടുത്തി ആളുകളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു, സ്ത്രീകളെ കടന്നുപിടിക്കാൻ ശ്രമിക്കുന്നു, അതുപോലെ കഞ്ചാവ് അടിച്ച് ബോധമില്ലാതെ പോലീസിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നതൊക്കെ നമ്മൾ വീഡിയോയിലൊക്കെ കാണുന്നുണ്ട്. ഇത്രയും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇവിടെ ഉണ്ടായിട്ട് നാട്ടിൽ അങ്ങോളം ഇങ്ങോളം ഇവന്മാർ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇവന്മാരെ ഭയന്ന് സ്ത്രീകൾക്കും കുട്ടികൾക്കും സാധാരണ ആൾക്കാർക്ക് പോലും വഴിയിൽ കൂടെ നടക്കാൻ പറ്റാത്ത അവസ്ഥ സംജാതമായിട്ട് ഇവിടുത്തെ ഇന്റലിജൻസ് സംവിധാനങ്ങളോ, ഇവിടുത്തെ പോലീസോ, ഇവിടുത്തെ മറ്റ് വകുപ്പുകളോ ഇവരെ അതിഥി തൊഴിലാളികൾ, ഇവരെ അതിഥികളാണ്, അതിഥി ദേവോഭവ, ഇവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കണം, ഇവരെ വോട്ട് ബാങ്കാക്കി മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ സർക്കാരും ഇവർക്കൊപ്പം കൂടിക്കൊണ്ട് നാടിനെ കുട്ടിച്ചോറാക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണ്. ഈ 27 പേർ ഷറഫുദ്ദീൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വസതിയിൽ നിന്നാണ് പിടിയിലായത് എന്ന് പറയുന്നു. ഇയാൾ ആരാണ്, ഇയാൾ എങ്ങനെ ഇവരെ എത്തിച്ചു, അല്ലെങ്കിൽ ഇവർക്ക് താമസിക്കാനുള്ള സൗകര്യം ഇയാൾ എങ്ങനെ ചെയ്തു കൊടുത്തു, ഇവരുടെ രേഖകൾ ഒറിജിനലായിരുന്നു, അത് ഏത് രീതിയിൽ പരിശോധിച്ചു, ബംഗ്ലാദേശിൽ നിന്ന് 27 പേർ ഇവർ എങ്ങനെ ഇവിടെ എത്തി, ഇവർ ഏതൊക്കെ കുറ്റകൃത്യങ്ങളിൽ പ്രതികളാണ്, അല്ലെങ്കിൽ ഇവർ മത തീവ്രവാദ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷിക്കട്ടെ. ഒന്നും അന്വേഷിക്കില്ല. ഇതിപ്പോ സാധാരണഗതിയിൽ ഇവരെ നാട് കടത്തുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു നിയമ നടപടി സ്വീകരിച്ച് ഇവരെ അങ്ങ് വിടുകയോ ചെയ്യും, അല്ലെങ്കിൽ കുറച്ചുനാൾ ജയിലിലിട്ടിട്ട് വീട്ടിൽ പറഞ്ഞു വിടുമായിരിക്കും. പക്ഷേ ഇതൊക്കെ ഓരോ സൂചനകളാണ്. നമ്മുടെ നാട്ടിൽ മത തീവ്രവാദവും അതുപോലെ കൊലയും ഒക്കെ തന്നെ വളർത്തുന്ന ഇവരെ പോലുള്ള ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്ന, മൗനമായി പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നടപടിയാണ് ഇതൊക്കെ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ ഇവർ പിടിയിലായിരിക്കുന്നു. ഇതേക്കുറിച്ച് ഇനി കൂടുതൽ അന്വേഷണം ഒന്നും നടക്കില്ല, അല്ലെങ്കിൽ നടത്തില്ല. ഇവരെ ഇപ്പോഴും അതിഥി തൊഴിലാളികളായി ഇവരുടെ പാദസേവ ചെയ്ത് ഇവർക്ക് ചുവപ്പ് പരവതാനി വിരിച്ച് സർക്കാർ സംവിധാനങ്ങൾ ഇവരെ വോട്ട് ബാങ്കാക്കി മാറ്റാനും ഇവരെ രാഷ്ട്രീയത്തിൽ ഇറക്കാനും, എന്തിന് രാഷ്ട്രീയക്കാരുടെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ കൂടെ കൊടിപിടിക്കാനും വള്ളം കളിക്കും എല്ലാത്തിനും ഇവരെയാണ് ഇപ്പോൾ കൂടെ കൂട്ടുന്നത്. അങ്ങനെ ഈ നാടിന്റെ ഒരു ഭാഗമാക്കി ഈ ഇതര സംസ്ഥാന തൊഴിലാളികളെ, അന്യസംസ്ഥാന തൊഴിലാളികളെ മാറ്റുന്ന ആ രീതി ഒരിക്കലും നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കില്ല. നമ്മുടെ നാട്ടിൽ വന്നിട്ട് നമ്മുടെ നാടിന്റെ മനസമാധാനവും നമ്മുടെ നാടിന്റെ സംസ്കാരവും ഇല്ലാതാക്കുന്ന, നമ്മളെ ഭീതിതമായ അന്തരീക്ഷത്തിലേക്ക് തള്ളിവിടുന്ന, നമ്മുടെ ചെറുപ്പക്കാർക്കിടയിൽ കള്ളും കഞ്ചാവും മറ്റ് ലഹരി പദാർത്ഥങ്ങളും വിതരണം ചെയ്യുന്നതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു സംവിധാനവും ഇവർക്കുണ്ട്. ഇവർ ഈ രീതിയിൽ പ്രവർത്തിച്ച് നമ്മുടെ നാടിനെ നശിപ്പിക്കും. ഇവർ ഒരു വേള ബംഗ്ലാദേശിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നോ ഉള്ള തീവ്രവാദ പ്രവർത്തകരായിരിക്കാം, തീവ്രവാദം വളർത്തുന്നവരായിരിക്കാം, വിതരണം ചെയ്യുന്നവരായിരിക്കാം. ഇതൊന്നും അന്വേഷിക്കാതെ ഇവരെ ശരി, കുഴപ്പമൊന്നുമില്ല, പോയിട്ട് നന്നായി വരും എന്ന് പറഞ്ഞ് തലയ്ക്ക് അനുഗ്രഹിച്ച് വിടുന്ന ഈ രീതി മാറ്റേണ്ടിയിരിക്കുന്നു, അടിയന്തരമായി മാറ്റേണ്ടിയിരിക്കുന്നു. ഇതൊരു മുന്നറിയിപ്പാണ്. ഇത് നമ്മുടെ നേർക്ക് തന്നെ നമ്മളെയ്യുന്ന അമ്പുകളാണ്. നമ്മുടെ ആളുകളെ, നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ ഭാവി തലമുറയെ, നമ്മുടെ മനസമാധാനത്തെ ഒക്കെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നതിന്റെ ഏറ്റവും വ്യക്തമായ സൂചനകളാണ് പുറത്തു വരുന്നത്.
എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര .com, അയൺ ബിൽഡ് ഗുജറാത്ത്.